അഗൈൻ ഒരു ബിഗ് ഷോട്ട് ശ്രമിക്കുന്നു, പക്ഷെ സർക്കിൾ തന്നെയാണ്. സൂരജ് ചോരാത്ത കൈകൾക്കുടമ എന്ന് വെറുതെ പറഞ്ഞതല്ല. സ്വന്തം ബൗളിംഗിൽ റിട്ടേൺ ക്യാച്ചിലൂടെ മടക്കുന്നു അടുത്ത വിക്കറ്റ് നിസാമിന്. ബൗൾ ചെയ്യാനെത്തുന്നു സുനിൽ. സ്ട്രൈക്കിൽ ഷഫീഖ്. സ്ട്രൈക്കിൽ അജ്മൽ. ഫീൽഡ് ചെയ്യുന്നു സാജൻ. ഒരു സിംഗിൾ പൂർത്തിയാക്കുന്നു. അജയ് ടു ഷാഹിൽ. സ്ട്രൈറ്റിലേക്ക് ഒരു സിംഗിൾ മാത്രമാണ് നേടാനാകുന്നത്. അഞ്ചാമത്തെ ഓവറിൽ അവസാന ബോൾ. ഉൽക്കാൻ ഇരിങ്ങാലക്കുട ബാറ്റിംഗ് തുടരുന്നു. 2 വിക്കറ്റ് നഷ്ടത്തിൽ 60 റൺസ്. അഫ്സൽ അവസാന ബോളിൽ 6 സ്കോർ 66 5 ഓവർ പൂർത്തിയാകുമ്പോൾ TSL സീസൺ 4 സെക്കൻഡ് സെമി ഫൈനൽ മത്സരം. ഉൽക്കാൻ ഇരിങ്ങാലക്കുട വേഴ്സസ് ആഷ്മി ക്രിക്കറ്റ്. സെക്കൻഡ് സെമി ഫൈനൽ മത്സരത്തിൻ്റെ ആദ്യ ഇന്നിങ്സ്. അവസാന ഓവർ എറിയാനെത്തുന്നു സാലി. ഒരു സിംഗിൾ നേടുന്നു. ഡോട്ട് ബോൾ. അഗൈൻ ഒരു ബിഗ് ഷോട്ട് ശ്രമിക്കുന്നു. 2 റൺസ് ഓടി പൂർത്തിയാക്കുന്നു. 5 ഓവറും 3 ബോളുകളും പിന്നിടുമ്പോൾ ടീം സ്കോർ 69. സാലി ടു ഷാഹിൽ. അഗൈൻ ഡോട്ട് ബോൾ. സാലി ക്വാർട്ടർ ഫൈനലിലും അത്യുജ്വല ബൗളിങ്ങിലൂടെ ടീമിനെ സെമിയിലേക്ക് നയിച്ച ബൗളറാണ്. ഇനി ശേഷിക്കുന്നത് 2 ബോളുകൾ. 4 ബോളുകൾ എറിയുമ്പോൾ അദ്ദേഹം വിട്ടുകൊടുത്തത് 3 റൺസ് മാത്രം. ഫൈനൽ ഓവറിൻ്റെ അവസാന 2 ബോളുകൾ. ഫീൽഡർ 2 റൺസിന് ശ്രമിക്കുന്നു. വിക്കറ്റ് നഷ്ടമാകുന്നു. ഇനി ശേഷിക്കുന്നത് 1 ബോൾ മാത്രം. സ്കോർ 70. സെമി ഫൈനലിൻ്റെ ആദ്യ ഇന്നിങ്സിൻ്റെ ഫൈനൽ ഓവറിൽ ഫൈനൽ ബോൾ. ഷാഹിൽ ഒരു ബിഗ് ഷോട്ടിന് ശ്രമിക്കുന്നു, പക്ഷേ ഫീൽഡർ വിട്ട് കളയുന്നു. അത് 2 റൺസാക്കി മാറ്റുന്നു. ഉൽക്കാൻ ഇരിഞ്ഞാലക്കുട 72 റൺസ് നേടുന്നു. TSL സീസൺ 4 ആവേശകരമായ സെക്കൻഡ് സെമി ഫൈനൽ മത്സരമാണ് ഈ ഗ്രൗണ്ടിൽ നടക്കുന്നത്. ആദ്യ സെമിയിൽ TSL ആവേശകരമായ മറ്റൊരു സെമി ഫൈനൽ മത്സരം. 2 ഗ്രൗണ്ടുകളിലായി മത്സരം നടക്കുന്നത് കൊണ്ട് തന്നെ ഈ സെമി ഫൈനലിൻ്റെ ഫുൾ വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കാൻ വോയിസ് ഓഫ് മുജീബിന് സാധിച്ചിട്ടില്ല.
ആദ്യം ബാറ്റ് ചെയ്ത് വുൾഖാൻ ഇരിങ്ങാലക്കുട 3 വിക്കറ്റ് നഷ്ടത്തിൽ 72 റൺസ് എടുത്തിരുന്നു. ഹാഷിമി ക്രിക്കറ്റിൻ്റെ വിജയലക്ഷ്യം 73. ഈ സെമി ഫൈനൽ മത്സരം ജയിച്ച് TSL 4ാമത് സീസണിൻ്റെ ഫൈനലിലേക്ക് ആര് മുന്നേറും നമുക്ക് കാത്തിരിക്കാം. വുൾഖാൻ ഇരിങ്ങാലക്കുട ഫീൽഡിലെത്തുന്നു. ഹാഷിമി ക്രിക്കറ്റ് തയ്യാറെടുക്കുന്നു ബാറ്റിങ്ങിനിറങ്ങാൻ. ഇരു ടീമുകളും ശക്തരാണ്. സെലിബ്രിറ്റി തരം സബിൻ നയിക്കുന്ന വുൾഖാൻ ഇരിങ്ങാലക്കുട ഹാഷിമിയെ എറിഞ്ഞിടുമോ നമുക്ക് കാത്തിരിക്കാം. 73 എന്ന വിജയലക്ഷ്യത്തിലേക്ക് അനായാസം ഹാഷിമി മുന്നേറുമോ? ആവേശത്തിൻ്റെ നിമിഷങ്ങൾ, ആകാംക്ഷയുടെ നിമിഷങ്ങൾ സമ്മാനിച്ചുകൊണ്ട് TSLൻ്റെ മറ്റൊരു സെമി ഫൈനൽ മത്സരം. തുടക്കത്തിലെ പതർച്ചയ്ക്ക് ശേഷം പൊരുതാവുന്ന നല്ല സ്കോറിലേക്ക് ഷാഹിലുടെയും അജ്മലിലൂടെയും വുൾഖാൻ മുന്നേറിയത്. സബിൻ നയിക്കുന്ന വുൾഖാൻ ഇരിങ്ങാലക്കുട. ഈ ടൂർണമെൻ്റ് ഇന്ന് കാലത്ത് ആരംഭിച്ചതാണ്. ഫൈനലിലേക്ക് കടക്കാൻ തന്നെയാണ്. ഹാഷിമി ക്രിക്കറ്റിന് വേണ്ടി ഓപ്പൺ ചെയ്യുന്നു സംഗീത് ആൻഡ് അഖിൽ ദാസ്. സ്ട്രൈക്കിലെത്തുന്നു അഖിൽ ദാസ്. വുൾഖാൻ ഇരിങ്ങാലക്കുടയ്ക്ക് വേണ്ടി ബൗൾ ചെയ്യാനെത്തുന്നു വിഷ്ണു മുകുന്ദൻ. ആദ്യ ബോൾ തന്നെ അഖിൽ ദാസ് പന്ത് ബൗണ്ടറിയിലേക്ക്, ഫീൽഡർ പിറകെ അനായാസം ബൗണ്ടറി നേടിയെടുക്കുന്നു അഖിൽ ദാസ്. സിംഗിൾ നേടിയെടുക്കുന്നു. സ്ട്രൈക്കിലെത്തുന്നു സംഗീത്. ലെഫ്റ്റ് സൈഡിലേക്ക് ഒരു സിംഗിൾ നേടിയെടുക്കുന്നു. ഡോട്ട് ബോൾ. ആദ്യ ബോളിൽ ഒരു ബൗണ്ടറി വഴങ്ങിയതിനു ശേഷം ശക്തമായൊരു തിരിച്ചുവരവ് വിഷ്ണു മുകുന്ദൻ. വിഷ്ണു ടു അഖിൽ. സിക്സിലേക്ക് അഖിൽ ദാസ്. അത്യുജ്വല ബാറ്റിങ്ങുമായി ആദ്യ ഓവറിൽ ഒരു 4ഉം ഒരു 6ഉം നേടിയെടുക്കുന്നു ഹാഷിമി ക്രിക്കറ്റിന് വേണ്ടി അഖിൽ. ആദ്യ ഓവറിൻ്റെ അവസാന ബോൾ. അഖിൽ ഫീൽഡർ വിക്കറ്റ് നേടിയെടുക്കുന്നു. റിവഞ്ച്. 6 അടിച്ച തൊട്ടടുത്ത പന്തിൽ ബൗണ്ടറി ലൈനിൽ ക്യാച്ച് എടുത്തുകൊണ്ട് വിഷ്ണുവിൻ്റെ ബൗളിങ്ങിൽ അഖിൽ ദാസിന്റെ വിക്കറ്റ് നഷ്ടമാകുന്നു. ഇതാണ് ക്രിക്കറ്റ്, ആവേശത്തിൻ്റെ ക്രിക്കറ്റ്. ന്യൂ ബാറ്റർ സാജൻ വിസിലെത്തുന്നു.
ഓവർ പൂർത്തിയാവുന്നു. സ്ട്രൈക്കിൽ സംഗീത്. ബൗണ്ടറി ലൈനിൽ സൂരജിൻ്റെ കൃത്യമായൊരു ക്യാച്ചിലൂടെയാണ് ഉൾഖാന് ആദ്യ വിക്കറ്റ് ലഭിക്കുന്നത്. വിഷ്ണുവിൻ്റെ ബൗളിംഗ്. ഹാഷിമി ക്രിക്കറ്റ് ആദ്യ ഓവർ പിന്നിടുമ്പോൾ ഒരു വിക്കറ്റ് നഷ്ടത്തിൽ 12. ബോൾ ചെയ്യാനെത്തുന്നു അമീർ. സ്ട്രൈക്കിൽ സംഗീത്. ആദ്യ ബോൾ ഫീൽഡ് ചെയ്യുന്നു സബിൻ. സിംഗിൾ നേടുന്നു. സാജൻ. വീണ്ടും ഒരു സിംഗിൾ മാത്രമാണ് ലഭിക്കുന്നത്. ഉൽഖാൻ കളിയിലേക്ക് തിരിച്ചു വരുന്നു. ഫീൽഡ് ചെയ്യുന്നു സബിൻ. ഒരു സിംഗിൾ മാത്രമാണ് ലഭിക്കുന്നത്. ആമീറിന്റെ കൃത്യമായ ബൗളിംഗ്. 3 ബോളുകൾ എറിയുമ്പോൾ അദ്ദേഹം 3 റൺസ് മാത്രമാണ് വിട്ടുകൊടുത്തിട്ടുള്ളത്. സാജൻ സ്ട്രൈറ്റിലേക്ക്. സുരാജ്. വീണ്ടും സൂരജിന്റെ അത്യുജ്വല ഫീൽഡിങ്ങിലൂടെ രണ്ടാമത്തെ വിക്കറ്റും നേടിയെടുക്കുന്നു. ഓരോ കളിയിലും ക്യാച്ചുകൾ ഇമ്പോർട്ടൻ്റ് ആണ്. അത് കൃത്യമായി നടപ്പാക്കുന്നു സൂരജ്. ചൊരാത്ത കൈകളുമായി ഉൽഖാൻ ഇരിങ്ങാലക്കുട്ടൊക്കെ. ന്യൂ ബാറ്റർ അസ്ലു ക്രീസിലെത്തുന്നു. ഒരു പാർട്ട്ണർഷിപ്പ് അനിവാര്യമായിരിക്കുന്നു ഹാഷിമി ക്രിക്കറ്റിന്. അസ്ലു സംഗീതിലൂടെ ആ ഒരു പാർട്ട്ണർഷിപ്പ് നേടിയെടുക്കാൻ സാധിക്കുമോ? ആമീർ. അസ്ലു നേരിട്ട് ആദ്യ ബോൾ തന്നെ ഒരു കൂറ്റൻ ഷോട്ട് ശ്രമിക്കുന്നു ഫീൽഡർ. ഒരു സിംഗിൾ മാത്രമാണ് ലഭിക്കുന്നത്. സെക്കൻഡ് സെമി ഫൈനൽ മത്സരം. ഓവറിൽ അവസാന ബോൾ അമീർ. 5 ബോളുകളിൽ 4 റൺസ് മാത്രമാണ് വിട്ടുകൊടുത്തത്. ഒരു വിക്കറ്റും നേടിയിരുന്നു. ഡോട്ട് ബോൾ. ബ്രില്യന്റ് ബൗളിംഗുമായി ഉൽഖാൻ ഇരിങ്ങാലക്കുട്ടയ്ക്ക് വേണ്ടി അമീർ. 2 ഓവർ പൂർത്തിയാകുമ്പോൾ 2 വിക്കറ്റ് നഷ്ടത്തിൽ 16. വിജയലക്ഷ്യം 73. അസ്ലു. വാട്ട് എ ഷോട്ട്. ഒരു ഹെലികോപ്റ്റർ. പക്ഷെ ഒരു സിംഗിൾ മാത്രമാണ് ലഭിക്കുന്നത്. What a bowling. Dot ball. പാർത്ഥൻ അത്യുജ്വലമായി പന്തെറിയുന്നു. Again dot ball. ഉൽഖാൻ. ആവേശത്തിന്റെ സെമി ഫൈനൽ.
തേർഡ് മാനിൽ ഒരു സിംഗിൾ നേടുന്നു. റൺഔട്ട് സാധ്യതയുണ്ടോ? ത്രോയിൽ നിന്നും രക്ഷപ്പെടുന്നു. കീപ്പർ നല്ലൊരു ട്രൈ ആയിരുന്നു, പക്ഷേ അത് ക്യാച്ചാക്കി മാറ്റാൻ സാധിക്കുന്നില്ല. ആർത്തന്റെ മികവാർന്ന ബൗളിങ്ങിന് മുന്നിൽ പകച്ചു പോകുന്നു. Again dot ball. Pressure. ഓവർ പൂർത്തിയാകുന്നു. നിശേഷിക്കുന്ന 18 പന്തിൽ നിന്ന് നേടേണ്ടത് 54 റൺസാണ്. ഹാഷിമി ക്രിക്കറ്റിൻ്റെ രക്ഷകനാകാൻ സംഗീതിന് കഴിയുമെന്ന് തന്നെയാണ് ടീം വിശ്വസിക്കുന്നത്. വ്യക്തമായ നിർദ്ദേശങ്ങളുമായി ടീം മാനേജർ. ബൗൾ ചെയ്യാനെത്തുന്നു സൂരജ്. സബിൻ ഫീൽഡ് ചെയ്യുന്നു. ഒരു അസ്ലോ. വിക്കറ്റ് കീപ്പർ റഫിൻ ക്യാച്ച് എടുത്തുകൊണ്ട് സൂരജിന്റെ ബൗളിങ്ങിൽ 3ാമത്തെ വിക്കറ്റ് നഷ്ടമാകുന്നു. സമ്മർദ്ദത്തിലേക്ക് ഹാഷിമി ക്രിക്കറ്റ്. ഇനി 16 പന്തിൽ വേണ്ടത് 53 റൺസ്. ന്യൂ ബാറ്റർ നിസാം സ്ട്രൈക്കിലെത്തുന്നു. ചാവക്കാട് ലീഗിൽ ടീം പാട്രിയോട്സിന് ഫൈനലിൽ കപ്പുയർത്തുന്നതിൽ നിർണായക പങ്ക് വഹിച്ച ബാറ്ററാണ് നിസാം. നേരിട്ട് ആദ്യ ബോൾ. ഫീൽഡർ വിട്ട് കളയുന്നു. ഒരു സിംഗിൾ മാത്രമാണ് നേടാനാകുന്നത്. ഓവർ ത്രോ മിസ്റ്റേക്കിൽ അത് ഡബിൾ ആക്കി മാറ്റുന്നു. അഗൈൻ ഒരു ബിഗ് ഷോട്ട് ശ്രമിക്കുന്നു, പക്ഷെ സർക്കിൾ തന്നെയാണ്. സൂരജ് ചോരാത്ത കൈകൾക്കുടമ എന്ന് വെറുതെ പറഞ്ഞതല്ല. സ്വന്തം ബൗളിങ്ങിൽ റിട്ടേൺ ക്യാച്ചിലൂടെ മടക്കുന്നു അടുത്ത വിക്കറ്റ് നിസാമിന്. ആദ്യ 2 വിക്കറ്റുകൾ നേടിയത് ബൗണ്ടറി ലൈനിൽ സൂരജിന്റെ ക്യാച്ചുകളിലൂടെയായിരുന്നു. ഇന്നത്തെ താരമാണ് സൂരജ്. ആവേശത്തിൽ മുൾക്കാൻ. ഈ 22ാം നമ്പറുകാരൻ തന്നെയാണ് ഇന്നത്തെ ഈ സെമി ഫൈനലിൽ താരമായി മാറുന്നത് സൂരജ്. ന്യൂ ബാറ്റർ ഹഫീസ് ക്രീസിലെത്തുന്നു. അവസാന ഓവറുകളിൽ സിക്സറുകളിലൂടെ സ്കോർ ഉയർത്തുന്ന ബാറ്ററാണ് ഹഫീസ്. നേരിട്ട് ആദ്യ ബോൾ ഹഫീസ്. വീണ്ടും 3ാമത്തെ വിക്കറ്റ് നേടിയെടുക്കുന്നു സൂരജ് ഈ ഓവറിൽ. ഉൾക്കാൻ ആധിപത്യം ഉറപ്പിക്കുന്നു ഈ സെക്കൻഡ് സെമി ഫൈനൽ മത്സരത്തിൽ. ഒരു പഴുതും ഹാഷിമി ക്രിക്കറ്റിന് നൽകാതെ ആ ചർച്ചകൾക്ക് ഫലം കാണുന്നു. ചർച്ചകൾക്കൊടുവിൽ ബൗളിങ്ങിന് കൊണ്ടുവന്നത് സൂരജിനെ ഏൽപ്പിച്ച ആ പദ്ധതി വ്യക്തമായി നടപ്പാക്കുന്നു സൂരജ്. 3 വിക്കറ്റുകൾ നേടിയെടുക്കുന്നു. ന്യൂ ബാറ്റർ ലെഫ്റ്റ് ഹാൻഡ് ബാറ്റർ നിയാസ് ക്രീസിലെത്തുന്നു. ഇനി ശേഷിക്കുന്നത് 14 ബോളുകൾ. വേണ്ടത് 52 റൺസ്. ഒരു ബൈറൻ
ഓവർ പൂർത്തിയാവുന്നു. സൂരജ് 3 വിക്കറ്റുകൾ 4 റൺസ് മാത്രം വിട്ടുകൊടുത്ത് നേടിയെടുത്തു കഴിഞ്ഞ ഓവറിൽ. 4 ഓവർ പിന്നിടുമ്പോൾ 5 വിക്കറ്റ് നഷ്ടത്തിൽ 23. ഇനി വേണ്ടത് 12 ബോളിൽ 50 റൺസ്. ഓൾച്ചാനെത്തുന്നു പാർത്ഥൻ. പാർത്ഥൻ തൻ്റെ ആദ്യ ഓവറിൽ 3 റൺസ് മാത്രമാണ് വിട്ടുകൊടുത്തത്. സ്ട്രൈക്കിൽ ലെഫ്റ്റ് ഹാൻഡ് ബാറ്റർ നിയാസ്. നേരിട്ട് ആദ്യ ബോൾ. ഒരു സിംഗിൾ മാത്രമാണ് നേടാനാകുന്നത്. വിക്കറ്റ് നേടിയെടുക്കുന്നു പാർത്ഥൻ. ഒരു റിവേഴ്സിന് ശ്രമിച്ച് സംഗീതും ഔട്ടാകുന്നു. ഫൈനൽ ഉറപ്പിക്കുന്നു. പക്ഷേ ഇനിയും 11 ബോളുകളുണ്ട്. ക്ഷമിക്കണം, 10 ബോളുകൾ. വേണ്ടത് 49 റൺസ്. ബാറ്റർ ഷഹബാസ്. ഒരു സിംഗിൾ. Dot ball. What a bowling. Parthan. ഒരു സിംഗിൾ മാത്രം. സ്ട്രൈക്കിലെത്തുന്നു ഷഫീഖ്. ആദ്യ ഓവറിന് ശേഷം അഷ്മി ക്രിക്കറ്റിനൊറ്റ ബൗണ്ടറി പോലും നേടാൻ സാധിച്ചിട്ടില്ല. ഓവറിൽ അവസാന ബോൾ. ഒരു സിംഗിൾ മാത്രമാണ് നേടുന്നത് പാർത്ഥൻ. സ്പെൽ പൂർത്തിയാവുന്നു. ഈ ഓവറിലും വെറും 4 റൺസ് മാത്രമാണ് വിട്ടുകൊടുത്തത്. തിരിച്ചല ബൗളിങ്ങുമായി പാർത്ഥൻ. ഫൈനലിലേക്ക് ടീം വുൾഖാൻ ഇരിങ്ങാലക്കുട. ബൗൾ ചെയ്യാനെത്തുന്നു സുനിൽ. സ്ട്രൈക്കിൽ ഷഫീഖ്. ഷഫീഖ് സിക്സിലേക്ക്. നേരിട്ട് ആദ്യ പന്ത് തന്നെ, അവസാന ഓവറിൽ ആദ്യ പന്ത് തന്നെ സിക്സിലേക്ക് പറത്തിക്കൊണ്ട ഷഫീഖ് ആവേശത്തിലേക്ക്. ഫൈനലിൽ ഒരു സിംഗിൾ നേടുന്നു. വീണ്ടും ചെയ്യുന്നു സബിൻ. സ്ട്രൈക്കിൽ നിയാസ്. രണ്ട് റൺസ് ഓടി പൂർത്തിയാക്കുന്നു. ഡോട്ട് ബോൾ. വുൾഖാൻ ഇരിങ്ങാലക്കുട സെമിയും കടന്ന് ഫൈനലിലേക്ക്. ESL സീസൺ 4. നിയാസ്. സുനിൽ വിട്ടുകളയുന്നു. ഓവറിൽ അവസാന ബോൾ. ഡോട്ട് ബോൾ. 35 റൺസിന്റെ വിജയവുമായി വുൾഖാൻ ഇരിങ്ങാലക്കുട ഫൈനലിലേക്ക്. ESL സീസൺ 4.
ഈ സീസണിൽ പുതിയ അവകാശികൾ വരുന്നു. ഫൈനൽ പ്രവേശിച്ചിരിക്കുന്ന ഇരു ടീമുകളും ആദ്യമായി ഫൈനൽ പ്രവേശനം നേടിയ ടീമുകളാണ്. ആഷിമി ക്രിക്കറ്റ് വേഴ്സസ് വോൾക്കാൻ ഇരിങ്ങാലക്കുട മത്സരത്തിൽ ആഷിമിയെ പരാജയപ്പെടുത്തിക്കൊണ്ട് വോൾക്കാൻ ഫൈനലിലേക്ക്.